ഞാൻ ഈ പറയാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വളരെ അടുത്തൊരാളാണ്, പക്ഷെ നമ്മളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, നമ്മളെ മുതലാക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് മാറ്റി നിർത്താൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമതായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടോ നോളജ് വൈസോ യാതൊരു പുരോഗതി ഇല്ലാത്തൊരു ജോലി, ബോസിന്റെ ആട്ടും തുപ്പുവാണെന്നും കേൾക്കുന്നത്. പക്ഷെ അതൊന്ന് മാറി നിന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടാനൊരു ധൈര്യം നമുക്കില്ല. നമ്മൾ അത് തന്നെ തുടരുകയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ദുശ്ശീലമോ ഇതിൽ നിന്ന് അകലാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ പറയുന്ന കഥ നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം. ചൂടുവെള്ളത്തിൽ വീണ തവളയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എങ്കിലും ഒന്നുകൂടി പറയാം. സപ്പോസ് നമ്മളൊരു തവളയെ പിടിച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. തവള പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് ചാടിപ്പോവും, രക്ഷപ്പെടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സപ്പോസ് ഒരു തവളയെ പച്ചവെള്ളത്തിലിട്ട് വെള്ളം മെല്ലെ സ്റ്റൗവിൽ വെച്ച് ടെമ്പറേച്ചർ മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരാണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ മെല്ലെ മെല്ലെ കൂട്ടുമ്പോൾ തവള മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം വെള്ളം തിളക്കുന്നത് വരെ തവള അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ തിളയ്ക്കുമ്പോൾ തവളയ്ക്ക് രക്ഷപ്പെടണം, പക്ഷെ യാതൊരു നിവൃത്തിയില്ല. തവള അതിൽ കിടന്ന് ചാവും. ചാടാനുള്ള എനർജി ഇല്ല. ഇത്രയും നേരം അഡ്ജസ്റ്റ് ചെയ്ത് ബോഡി തളർന്നു. അതേപോലെയാണ് പലപ്പോഴും നമ്മളുടെ അവസ്ഥ. നമ്മൾ രക്ഷപ്പെടണമെന്ന് നമുക്കിങ്ങനെ സിഗ്നൽ കിട്ടിക്കൊണ്ടേ നിൽക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഇന്നാളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്ന സ്വഭാവം ഇപ്പം നിർത്തണം എന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിക്കൊണ്ടേ നിൽക്കും. ആ സിഗ്നലും ആ തെളിവൊക്കെ കിട്ടിയിട്ടും നമ്മൾ യാതൊരു ആക്ഷനും എടുക്കൂല. അവസാനം ചൂടുവെള്ളത്തിൽ കടന്ന് തിളച്ച വെള്ളത്തിൽ കടന്ന് മരിച്ച ഈ തവളയുടെ അവസ്ഥയാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മേക്ക് ദ റൈറ്റ് മൂവ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ഡോണ്ട് ബി അഫ്രൈഡ്.